ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ മൂന്നാറിലെ നീലവസന്തം കാണാൻ പോയതാണ് കേട്ടോ. ഞാനും എൻ്റെ ബ്രദറും കൂടെയാണ് പോയത്. പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയത് കൊണ്ട് ആ യാത്ര നടന്നു, അല്ലെങ്കിൽ അതൊന്നും നടക്കില്ല. നമ്മൾ 2 വീലറിനാണ് കേട്ടോ പോയത്. മൂന്നാറിലേക്ക് ആദ്യമായി പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ്. ഞാൻ പലതവണ വന്നിട്ടുണ്ട്. ജക്രാന്തപ്പൂക്കൾ കാണാൻ മാത്രമായിട്ടാണ് ഈ തവണ വന്നത് കേട്ടോ. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ജക്രാന്തപ്പൂക്കൾ കണ്ണിന് കുളിർമയേകി ഇങ്ങനെ വിരിഞ്ഞ് പന്തലിച്ച് നിൽക്കുന്നത് കേട്ടോ. മൂന്നാറിൻ്റെ ഭംഗി ഒന്നുകൂടി കൂട്ടുന്ന കാഴ്ചയാണ് ജക്രാന്തപ്പൂക്കൾ നമുക്ക് തരുന്നത്. ഈ തേയിലക്കാടുകളും കുന്നും മലകളും ഒക്കെയും ആദ്യമായിട്ട് മൂന്നാറിലേക്ക് വരുന്നവർക്ക് നല്ലൊരു കാഴ്ചാനുഭവം തന്നെയാണ് കേട്ടോ തരുന്നത്. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലും റോഡരികിലും ഒക്കെയായിട്ട് ജക്രാന്തപ്പൂക്കൾ നിൽക്കുന്ന കാഴ്ച അവർണ്ണനീയമാണ് കേട്ടോ. മെക്സിക്കോ, മധ്യ തെക്കൻ അമേരിക്ക, ക്യൂബ, ജമൈക്ക ഇവിടങ്ങളൊക്കെയാണ് ജക്രാന്തപ്പൂക്കളുടെ ജന്മദേശം എന്ന് പറയുന്നത്. ഞങ്ങൾ ജക്രാന്ത മരത്തിൻ്റെ ചോട്ടിൽ വണ്ടി നിർത്തിയിട്ട് അവിടെ ഇറങ്ങി നിന്നതാണ്. അപ്പം തേയിലയ്ക്കതോടെ ഞാൻ വെറുതെ ഒന്ന് നടന്നു നോക്കിയതാണ്. താഴേക്ക് കിടക്കുന്നതുകൊണ്ട് തന്നെയും നമ്മൾ ഇറങ്ങി പോകുമ്പോൾ നമ്മൾ മൂടിപ്പോകുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. ഈ തേയിലച്ചെടികളുടെ എല്ലാം മുകളിലൂടെ നമ്മുടെ ജക്രാന്തപ്പൂക്കൾ ഇങ്ങനെ വീണ് കിടക്കുന്ന കാഴ്ച നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഞങ്ങളെ കൂടാതെ വേറെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ വാഗമരത്തോട് സാമ്യമുള്ള മരവും പൂക്കളും ഒക്കെയാണ് കേട്ടോ ഇത്. ഇതാണ് നമ്മുടെ തേയിലച്ചെടി. ഇതൊക്കെ നുള്ളിപ്പോയതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതിലെല്ലാം നമ്മുടെ പൂക്കൾ ഇങ്ങനെ വീണ് കിടക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാ മരത്തിൻ്റെ ചോട്ടിൽ വീണ് കിടക്കുന്ന പൂക്കളാണ് കേട്ടോ. എപ്പോഴും പൂക്കൾ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. ഈ പൂക്കൾക്ക് പരീക്ഷാപ്പൂക്കൾ എന്നൊരു പേര് കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം മാർച്ച് മാസത്തിലാണല്ലോ, മാർച്ച് മാസമാണല്ലോ പരീക്ഷകളുടെ മാസം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജക്രാന്തകളുള്ളത് മൂന്നാർ, മറയൂർ, ദേവികുളം എന്നിവിടങ്ങളിലാണ്. ഇതുവരെ മൂന്നാറിലേക്ക് വരാത്തവരാണെങ്കിൽ ഈ വെക്കേഷന് എന്തായാലും ഇവിടെയൊന്ന് വന്നു പോകണം കേട്ടോ. ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കുകയാണ്. അവിടെയും വീണ്ടും അകലെ നിന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടു മരങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് ഓർത്ത് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോവുകയാണ്. റോഡരികിൽ തന്നെ ജക്രാന്ത മരവും പൂക്കളും ഒക്കെ നിൽപ്പുണ്ട്. ചില മരങ്ങളിലാണെങ്കിൽ ഇലകളില്ല, പൂക്കൾ മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നൊന്ന് സ്റ്റേ ചെയ്ത് പോകാനൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ വില്ലകളും ഹോട്ടലുകളും ലോഡ്ജുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇഷ്ടംപോലെ വഴിയോര കച്ചവടക്കാരും ഷോപ്പുകളും സ്പൈസസുകളും ഹോം മെയ്ഡ് ചോക്ലേറ്റുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. മൂന്നാറിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ടല്ലോ, ഈ കാണുന്നതാണത്. അവിടെ എന്താണേലും കുട്ടികളെയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. കുട്ടികൾക്കൊക്കെ പാർക്ക് അങ്ങനെ ഒരു ഏരിയ തന്നെ അവിടെയുണ്ട്. കഴിഞ്ഞ മെയ് മാസത്തിൽ ഞങ്ങളിവിടെ വന്നിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങളിവിടെ ഇപ്രാവശ്യം ഇറങ്ങിയില്ല. ഇതാണ് മൂന്നാറിലെ ഗ്യാപ്പ് റോഡ് കേട്ടോ.
ഇവിടെ വന്നിട്ടുള്ള ഈ ദൂരക്കാഴ്ചയൊക്കെ അടിപൊളിയാണ്. തേയിലയൊക്കെ നുള്ളിപ്പോകുന്ന ചേച്ചിമാരാണ് കേട്ടോ അത്. 4:30 ആയ സമയം. ഇനി ഞങ്ങൾ തിരിച്ച് കുന്നിറങ്ങുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.